ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ സമ്മിശ്ര പ്രതികരണം. സെൻസെക്സ് നിഫ്റ്റി സൂചികയിൽ നേരിയ നേട്ടം. പിന്തുണച്ച് PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ് ഓഹരികൾ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം നേരിയ തോതിൽ ഉയർന്നു. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി. കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ തള്ളി ബോണ്ടുകൾ റദ്ദാക്കി. 2019 മുതലുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നിർദ്ദേശം. ചെങ്കടൽ പ്രതിസന്ധിയെ തുടർന്ന് ചരക്ക് നിരക്ക് കുതിച്ചുയരുന്നു. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് തിരിച്ചടി. ഷിപ്പിംഗ് ചെലവ് 3 ഇരട്ടി വർദ്ധിച്ചെന്ന് കണക്കുകൾ. മാന്ദ്യത്തിലേക്ക് വഴുതി വീണ് ജപ്പാൻ. ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെന്ന പദവി ജപ്പാന് നഷ്ടമായി. തിരിച്ചടിയായത് ദുർബലമായ ആഭ്യന്തര ഡിമാൻഡ്. പിരിച്ചുവിടൽ നയവുമായി അമേരിക്കൻ ടെക് കമ്പനി സിസ്കോ. 4000-ലധികം ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടമായേക്കും. നടപടി ചെലവ് നിയന്ത്രിക്കലിന്റെ ഭാഗമെന്ന വിശദീകരണവുമായി കമ്പനി. ഇനി ബിസിനസ് അനാലിസിസ് ആണ്. ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികകളിൽ ഒരു ചാഞ്ചാട്ടമുണ്ടെങ്കിലും വിപണി വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വ്യാപാരം തുടരുന്നത്. PSU ബാങ്ക് ഓഹരികളിലെയും അതുപോലെ തന്നെ ഓട്ടോ, മെറ്റൽ എന്നീ ഓഹരികളുടെയും ഒരു ഉറച്ച പിന്തുണ വിപണിക്കുണ്ട്. 2.5% നേട്ടമാണ് ഈ ഓഹരികളിൽ നിന്ന് മാത്രം വിപണിക്ക് സ്വന്തമായത്. അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ഒരു 5% നേട്ടവും വിപണിക്കുണ്ട്. ഇനി ഓഹരി വിപണിയിലേക്ക് വരികയാണെങ്കിൽ വിപണിയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുന്നത് ഒരു ഗ്രീൻ സിഗ്നലിൽ തന്നെയാണ്. നിഫ്റ്റിയുടെ എല്ലാ സൂചികകളിലും പച്ചക്കത്തിയാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 50യിലേക്ക് വരികയാണെങ്കിൽ 22 പോയിന്റിൽ 21,862 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്, നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചികകളിലും ഒരു പോസിറ്റീവ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിഫ്റ്റി ബാങ്കിലെ 107 പോയിന്റ് ഉണർവിൽ ഏറ്റവും കൂടുതൽ നിഫ്റ്റിയെ പിന്തുണച്ചിരിക്കുന്നത് ബാങ്കുകളാണ്. പബ്ലിക് സെക്ടർ ബാങ്കുകളിലൊക്കെ തന്നെ വലിയൊരു നേട്ടമുണ്ട്. അത് 107 പോയിന്റ് ഉണർവിൽ 46,015 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. അതുപോലെ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ആണെങ്കിൽ 20,339 പോയിന്റ് ഉണർവിലാണ് വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സും ഒരു പോസിറ്റീവ് ട്രിഗറിലാണ് വ്യാപാരം നടക്കുന്നത്. 71,885 പോയിന്റിലാണ്, 62 പോയിന്റ് ഉണർവിലാണ് ഇപ്പോൾ സെൻസെക്സിലും വ്യാപാരം നടക്കുന്നത്. പക്ഷേ പ്രൈവറ്റ് ബാങ്ക് ഓഹരികളിലൊക്കെ തന്നെ ഒരു വിൽപ്പന സമ്മർദ്ദം നേരിടുന്നുണ്ട്. എങ്കിൽ തന്നെയാണെങ്കിലും വിപണി വലിയൊരു ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോൾ വ്യാപാരം തുടരുന്നതെന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. TPFSന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ പ്രിൻസ് ജോർജ് ആണ് നമ്മളോടൊപ്പം അതിഥിയായി ചേർന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ്. വളരെ സുപ്രധാനമായ ഒരു വാർത്ത വന്നത് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ. പ്രേക്ഷകർക്കൊക്കെയുള്ള ഒരു സംശയം, അല്ലെങ്കിൽ സാധാരണക്കാർക്കുള്ള ഒരു സംശയം, ഇത് മാർക്കറ്റിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? എങ്ങനെയാണ് നിലവിൽ വരുന്ന ഒരു മാർക്കറ്റിന്റെ ട്രെൻഡ് എങ്ങനെയാണ്? ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പം കുറച്ച് മുമ്പാണ് സുപ്രീം കോർട്ട് ഈ ഇലക്ട്രൽ ബോണ്ടുകളെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം കമ്പനികളൊക്കെ എല്ലാ കാലത്തും രാഷ്ട്രീയക്കാർക്ക് വലിയ തോതിൽ സംഭാവനകളൊക്കെ കൊടുത്തിരുന്നു. ഈ BJP ഗവൺമെന്റ് വന്നതിന് ശേഷം അതൊരു ട്രാൻസ്പാരൻസി കൊണ്ടുവരാൻ എന്നുള്ള രീതിയിൽ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് കൊടുക്കുന്ന കാശ് കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്ത് ഇലക്ട്രൽ ബോണ്ടിലേക്ക് ഇടുക എന്നുള്ളത്. ഇതിനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇതിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഭരിക്കുന്ന പാർട്ടിക്ക് കൂടുതലായിട്ട് സ്വാധീനം ചെലുത്തി വലിയ തോതിൽ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള രീതിയിൽ പണം കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. മറ്റു പാർട്ടികൾക്ക് അങ്ങനെ ഒരു അവസരമില്ല എന്നുള്ളൊരു അലിഗേഷൻ വരികയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിധി വന്നേക്കുന്നത്. ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് വേണം പറയാനായിട്ട്. കാരണം ഇതോടുകൂടി തൽക്കാലം ഈ വർഷത്തെ ഇലക്ഷനെങ്കിലും ഇലക്ട്രൽ ബോണ്ട് വഴി വലിയ തോതിൽ പണം കളക്ട് ചെയ്യാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരും. ഒരു പരിധി വരെ കമ്പനികൾക്ക് അത് നല്ലതാണ്. കാരണം കമ്പനിയിൽ ആ കാശ് ഷെയർ ഹോൾഡേഴ്സിനായിട്ട് ബെനിഫിറ്റായിട്ട് നിൽക്കും എന്നുള്ളതാണ് സിറ്റുവേഷൻ. ഇനി മാർക്കറ്റിലേക്ക് പോയാൽ മാർക്കറ്റ് ഇന്നലത്തെ ഒരു കുതിച്ചാട്ടത്തിന് ശേഷം ഏതാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇന്ന് വളരെ ചെറിയ റേഞ്ചിലാണ് ട്രേഡിംഗ് ഇതുവരെ നടന്നിരിക്കുന്നത്. 21,850 നിഫ്റ്റി ഒരു പ്ലസ് ഒരു 30-40 പോയിന്റ്സ്, മൈനസ് ഒരു 20-30 പോയിന്റ്സ്, ഈ ഒരു ലെവലിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. മിക്ക ഓഹരികളിലും ഇന്നലെ കയറിയതിലൊക്കെ ചെറിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ്, നേരത്തെ സൂര്യശ്രീ പറഞ്ഞ പോലെയുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എം&എം പോലെയുള്ള ചില ഓഹരികളിൽ വലിയ തോതിലുള്ള അപ്വേർഡ് മൂവ്മെന്റ്, എം&എത്തിന്റെ റിസൾട്ട് നല്ലതായിരുന്നു. 7% ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് ഇംപ്രൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. HDFC ബാങ്കിൽ ചെറിയ റിക്കവറി കാണിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഫ്ലാറ്റ് ആണെന്ന് പറയും. ഇന്നലെ ഇത്രയും വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് വന്നുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അതുപോലെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകാനായിട്ടുള്ള ഒരു ചാൻസ് കുറവാണ്. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചെറിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം.
നന്ദി ശ്രീ പ്രിൻസ് ജോർജ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. എന്തായാലും ത്രൈമാസ പ്രകടനങ്ങളൊക്കെ കമ്പനി പുറത്തുവിട്ടിരിക്കുന്നു. ഒപ്പം എന്തായാലും വിപണിയിൽ ഉള്ള ഒരു ആത്മവിശ്വാസം തുടരുകയാണെന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റിലെ ട്രെൻഡ് എന്തൊക്കെയാണെന്നത് വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ബാക്ക് ടു ഹാഷ്മി.